റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് അറസ്റ്റിലായ BJP കൗൺസിലർ സുഗതനെതിരെ ഒന്നും രണ്ടുമല്ല 2014 മുതലുള്ളത് 11 കേസുകളാണ്. എല്ലാ കേസുകളിലും സുഗതൻ ഒന്നാം പ്രതിയാണ്. ഇതിൽ 4 എണ്ണം വധശ്രമ കേസുകളാണ്. നേരത്തെ 2 തവണ ജില്ലാ ഭരണകൂടം സുഗതനെ നാട് കടത്തിയിരുന്നു. എന്നാൽ തിരികെ എത്തിയ ശേഷവും വധശ്രമ കേസിൽ പ്രതിയായി. നിലവിൽ ഒന്നൊഴികെ എല്ലാ കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ മേയർ VV രാജേഷ് സുഗതനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാപ്പ കേസ് പ്രതിയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു രേഖയല്ല, 11 രേഖ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ? ഹരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും രേഖകളെല്ലാം തന്നെ കൃത്യമായി സുഗതനെതിരായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് 2012 മുതൽക്ക് ഈ ഹിസ്റ്ററി ആരംഭിച്ചതാണ്, ക്രിമിനൽ ഹിസ്റ്ററി ആരംഭിച്ചതാണ്. 2014 തന്നെ റൌഡി ലിസ്റ്റിൽ കയറ്റിയതാണ് സുഗതനെ. അതിനുശേഷം നിരവധിയായിട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും പോലീസും അടക്കം സ്വീകരിച്ചതാണ്. പക്ഷേ ആ നടപടികൾ ഒന്നും തന്നെ പര്യാപ്തമായിരുന്നില്ല എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ ഈ തിങ്കളാഴ്ച ഇത്തരത്തിൽ കരുതൽ തടങ്കലിലേക്ക് സുഗതനെ മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ കാപ്പ ചുമത്തിക്കൊണ്ട് കരുതൽ തടങ്കലിലാക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സുഗതനുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളുടെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ഇതുവരെ, അതായത് 2014 മുതൽ 2026 വരെ 11 കേസുകളുണ്ട്. ആ 11 കേസുകളിൽ 4 എണ്ണവും വധശ്രമ കേസുകളാണ്. അതിലും ഏറ്റവും ശ്രദ്ധേയമായത് ഈ 11 കേസുകളിലെയും ഒന്നാം പ്രതി BJP കൗൺസിലറായ സുഗതൻ തന്നെയാണ്. സുഗതനെതിരെ 2 തവണ, അതായത് 2023-ലും 2025-ലും നാട് കടത്തൽ ഉത്തരവുണ്ടായിട്ടുണ്ട്. അതായത് കാപ്പ് ചുമത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒരു സെക്യൂരിറ്റി നടപടിയാണ്, അതായത് ഒരു താക്കീത് അടക്കമുള്ള നടപടി, ഒരു നോട്ടീസ് നൽകും, അതിന് മറുപടി നൽകണം. ആ നടപടി ആദ്യം 2022-ൽ സ്വീകരിച്ചു. അത് പിന്നീട് മതിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് 2023-ൽ നാട് കടത്തൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. 6 മാസ കാലാവധി മാത്രമാണ് അതിനുണ്ടാവുക. അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ 2025-ൽ വീണ്ടും ഒരു നാട് കടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിലും 6 മാസം പുറത്തു നിന്ന് വീണ്ടും തിരിച്ചെത്തിയ ശേഷവും ഒരു വധശ്രമ കേസിൽ പ്രതിയായി എന്നുള്ളതാണ് സുഗതനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതായത് നാട് കടത്തൽ അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കടുത്ത ഒരു നീക്കം ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ട് പോലും സുഗതന്റെ ഭാഗത്തുനിന്ന് അതനുസരിച്ചുകൊണ്ട് നിയമപരമായി ജീവിക്കാൻ തയ്യാറായില്ല. ഒരു വധശ്രമ കേസിലടക്കം പ്രതിയാകുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടികളും പര്യാപ്തമാവില്ല എന്ന് ജില്ലാ കളക്ടർ തന്നെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാപ്പ ചുമത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ മേയർ പറഞ്ഞിട്ടുള്ള വാദഗതികൾ, അതായത് കാപ്പ ചുമത്തി എന്നുള്ളതിന്റെ രേഖയില്ല എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുന്നതാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം അടങ്ങിക്കൊണ്ട് ജില്ലാ കളക്ടർ തിങ്കളാഴ്ച പുറപ്പെടുവിച്ച കാപ്പ ചുമത്തിക്കൊണ്ടുള്ള കരുതൽ തടങ്കലിലാക്കാനുള്ള ഉത്തരവ്. ഓക്കെ, താങ്ക് യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങളൊക്കെ ബോധ്യമായല്ലോ. കാപ്പ ചുമത്തിയതിന് തെളിവുണ്ടെന്നാണ് ചോദിച്ചത്. ഒരു തെളിവല്ല, 11 തരാം. 2 തവണ നാട് കടത്തി ഈ പറയുന്ന കൗൺസിലറെ. എന്നിട്ടും അവിടുത്തെ വാർഡിലെ ജനങ്ങൾ വിജയിപ്പിച്ചു, ശരി. പക്ഷെ അതുകൊണ്ട് കുറ്റകൃത്യം ഇല്ലാതാവുന്നേ മാറുന്നില്ലല്ലോ. സ്ഥിരം കുറ്റവാളിയാണ് സുഗതൻ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 11 കേസുകളിൽ ഇയാൾ പ്രതിയാണ്.